റോമൻസ്, ജോ ആൻഡ് ജോ 18+ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് ബ്രോമൻസ്. സഹോദരനായ ഒരു കഥാപാത്രത്തെ മിസ്സാകുന്നതും മറ്റൊരു ബ്രദർ അയാളെ തിരഞ്ഞിറങ്ങുന്നതുമായ ഒരു കളർഫുൾ എൻ്റർടൈനർ ചിത്രമായാണ് ബ്രോമൻസ് സംവിധായകനും കൂട്ടരും അവതരിപ്പിച്ചിരിക്കുന്നത്. ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മാത്യു തോമസ്, അർജുൻ അശോകൻ, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, മഹിമ നമ്പ്യാർ, ബിനു പപ്പു, മെൽവിൻ, കലാഭവൻ ഷാജോൺ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന റോളുകളിൽ എത്തിയിരിക്കുന്നത്. നല്ലവനായ മൂത്ത സഹോദരനായി ശ്യാം മോഹനും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഷോർട്ട് ടെമ്പേർഡും സോഷ്യൽ മീഡിയ അഡിക്റ്റും ആയ ജെൻ സി ക്യാരക്ടർ ബിൻഡോ ആയി മാത്യു തോമസും വരുമ്പോൾ, ശ്യാമിൻ്റെ എക്സ് ക്രഷായി ഡെന്റിസ്റ്റായ ലൗഡായ കഥാപാത്രത്തെ മഹിമ നമ്പ്യാർ അവതരിപ്പിച്ചിരിക്കുന്നു. എത്തിക്കൽ ഹാക്കറായ ഒരു ടെക്കി വേഷത്തിൽ ചിരി പടർത്തുന്ന സ്വഭാവമുള്ള ആളായി സംഗീത് പ്രതാപും, ഒരു റിട്ടയർഡ് ചെയ്ത ഗുണ്ടയായി കലാഭവൻ ഷാജോണും, ഒരു ഇൻസ്റ്റാ റീലിലൂടെ തൻ്റെ ഗാംഭീര്യം നഷ്ടമായ പോലീസ് ഓഫീസറായി ബിനു പപ്പുവും ബ്രോമൻസിൽ എത്തിയിരിക്കുന്നു. ആദ്യത്തെ ഒരു 16 മിനിറ്റുകളിൽ തന്നെ ചിത്രത്തിൻ്റെ പൂർണ്ണമായ സ്വഭാവം സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ മൂഡിൽ തന്നെയാണ് ചിത്രം അവസാനം വരെ പോകുന്നതും. പെട്ടെന്ന് ഗിയർ അപ്പ് ചെയ്തുകൊണ്ടാണ് പടം നീങ്ങുന്നത്. എവിടെയും ഡൗൺ ആകാതെ പിള്ളേര് സെറ്റിനൊക്കെ ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് കഥ പറച്ചിൽ. ഓരോ കഥാപാത്രത്തെയും പുതിയ കഥാസന്ദർഭങ്ങളെയും വേഗത്തിൽ തന്നെ വിവരിച്ചുകൊണ്ടാണ് സിനിമ പോകുന്നത്. ആനുകാലികമായ തരത്തിലുള്ള ഇന്നത്തെ തലമുറയ്ക്കും കുടുംബങ്ങൾക്കും സാഹചര്യങ്ങൾക്കും കണക്റ്റ് ആവുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളാണ് ചിത്രത്തിൽ കാണാവുന്നത്. മാത്യു തോമസിൻ്റെ ബിൻഡോ എന്ന കഥാപാത്രം ഇന്നത്തെ ഒരു തരം ചെറുപ്പക്കാരുടെ പ്രതിനിധിയായി വരുന്നു. ആ റോൾ അദ്ദേഹം അവസാനം വരെ കൃത്യമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അയാൾക്ക് അയാളുടെ സഹോദരനുമായുള്ള ബന്ധവും കൃത്യമായി തന്നെ സ്ക്രീനിൽ കാണാം. അർജുൻ അശോകനും ഷബീർ എന്ന കഥാപാത്രത്തെ മിതത്വത്തോടെ അവതരിപ്പിക്കുന്നതും അവസാനത്തേക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷനും കൺവിൻസിംഗ് ആക്കുന്നതും കാണാം. സംഗീത് സ്വതസിദ്ധമായ ശൈലിയിൽ ഹാക്കർ റോൾ ചെയ്തു. സംഗീത് ആത്മകഥമായുള്ള സംഗീതിൻ്റെ ഡയലോഗുകളും ആക്ഷനുകളും ഒക്കെ ഭംഗിയാക്കി തന്നെ ചെയ്തു. തിയേറ്ററിൽ ചിരി പടർത്തി. ഷാജോണും ബിനുവും ഒക്കെ അവരവരുടെ റോളുകൾ ഭംഗിയായി ചെയ്തതായി കാണാം. ബ്രോമൻസിലെ എല്ലാ കഥാപാത്രങ്ങളെയും പക്കാ മനുഷ്യന്മാരായി തന്നെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആരെയും തന്നെ നന്മ മരങ്ങളായി ചിത്രത്തിൽ പോർട്രേറ്റ് ചെയ്തില്ല എന്നതും കാണാം. കൊച്ചിയും കർണാടകയിലെ കൊടക് ഏരിയയും ആണ് ചിത്രത്തിലെ പ്രധാന ലൊക്കേഷനുകൾ. പ്രകൃതി മനോഹാരിതയൊന്നും ചിത്രത്തിൽ ഹൈലൈറ്റഡ് അല്ല. സിനിമയുടെ ഒരു ഒഴുക്കിൻ്റെ കൂടെ പ്രേക്ഷകനും അങ്ങ് പോകുന്നു. അതാണ് രീതി. ഇന്ന് നാം കാണുന്ന എല്ലാ ഘടകങ്ങളും ഒരു വിധത്തിൽ ഹ്യൂമറസായി ടച്ച് ചെയ്താണ് ചിത്രം പോകുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗം, അതിൻ്റെ ഗുണദോഷങ്ങൾ, പ്രതികാരങ്ങൾ, പ്രണയം, അതിലെ റിലേഷൻഷിപ്പുകൾ, നന്മയുള്ളവരായി അഭിനയിക്കൽ, സുഹൃത്ത് ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങി ഇന്നത്തെ യൂത്തിൻ്റെ കാര്യങ്ങൾ ചിരിയിലൂടെയും വേഗതയിലൂടെയും അടയാളപ്പെടുത്തിയാണ് ബ്രോമൻസ് ഓടിപ്പോകുന്നത്. സംവിധായകനായ അരുണിൻ്റെ മുൻപത്തെ ചിത്രങ്ങളെ അപേക്ഷിച്ച് മറ്റൊരു സ്റ്റൈലാണ് ഇവിടെ കാണുന്നത്. ഒരു റിയലിസ്റ്റിക് ആയ രീതിയിൽ അല്ല പടം പോകുന്നത്. പക്ക സിനിമാറ്റിക് ആയ തരത്തിലാണ് പടം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതും. ഇൻ ഷോർട്ട്, താരങ്ങളും അണിയറക്കാരും ചടുലമായി അവതരിപ്പിച്ചിരിക്കുന്ന യൂത്തിൻ്റെ പൾസുള്ള, തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു കളർഫുള്ളായ ഫൺ റൈഡ് എന്നൊക്കെ പറയാവുന്ന പക്ക സിനിമാറ്റിക്കായ മസാല എൻ്റർടൈനറാണ് ബ്രോമൻസ്. എൻജോയ്ഡ് ഇറ്റ്. തിയേറ്ററുകളിൽ തന്നെ കണ്ടാലേ സിനിമ മൊത്തത്തിൽ ആസ്വദിക്കാനാവൂ എന്നാണ് പേഴ്സണൽ അഭിപ്രായം.